നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദുഃഖത്തെ ഹാസ്യത്തിൽ മറയ്ക്കുന്നതും വേദനയെ നിശബ്ദമായി അടക്കി വയ്ക്കുന്നതും മനസ്സിലെ ആഴത്തിലുള്ള മുറിവുകൾ ആരോടും പറയാതെ ഒറ്റയ്ക്ക് സഹിക്കുന്ന ദുഃഖം ഉള്ളിലൊതുക്കി നടക്കുന്ന നക്ഷത്രക്കാർ. അവിട്ടം, മൂലം, പൂരാടം, അനിഴം, ആയില്യം, ഭരണി, ചോതി, കാർത്തിക, അത്തം, രോഹിണി. ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ എത്ര വേദന വന്നാലും, ഹൃദയം എത്ര തകർന്നാലും, കണ്ണുനീർ എത്ര വരണ്ടാലും പറയാൻ ഒരാൾ ഇല്ലെന്നത് കൊണ്ടല്ല, പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭാരം തോന്നുമോ എന്ന ഭയത്താലാണ് ഇവർ മിണ്ടാതിരിക്കുക. ഇപ്പോൾ ഓരോ നക്ഷത്രത്തെയും നോക്കാം. അവരുടെ ഹൃദയത്തിൻ്റെ ചലനങ്ങൾ, അവരുടെ ഉള്ളിലെ നിശബ്ദ യുദ്ധങ്ങൾ, അവരുടെ മറഞ്ഞിരിക്കുന്ന കരച്ചിലുകൾ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. 1. അനിഴം നക്ഷത്രം. ഈ നക്ഷത്രക്കാർ പുറത്തു കാണിക്കുന്നത് ശക്തിയാണ്, പക്ഷേ അവരുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നത് ലോകത്തിന് ഒരിക്കലും മനസ്സിലാകാത്ത നിസ്സഹായമായൊരു മിഴിവാണ്. ഈ നക്ഷത്രക്കാരെ നിങ്ങൾ പുറത്തുനിന്ന് നോക്കിയാൽ തോന്നും ഇവർക്കൊന്നും ബുദ്ധിമുട്ടില്ല, ഇവർക്ക് അതിജീവിക്കാൻ കഴിയും. പക്ഷേ സത്യം മറ്റേതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഹൃദയമാണ് ഏറ്റവും ദൈവികമായി പൊട്ടിത്തെറിക്കുന്നത്. അനിഴം നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങൾ വന്നാൽ അവർ ആരെയും വിളിക്കില്ല. ആരെങ്കിലും ചോദിച്ചാൽ പോലും എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ സുഖമായിരിക്കുന്നു എന്നൊരു ചെറിയ വാക്കിൽ തങ്ങളുടെ ഉള്ളിലെ യുദ്ധങ്ങൾ മറയ്ക്കും. അവർക്കൊരു സ്വഭാവമുണ്ട്. ദുഃഖം വന്നാൽ ഒരു കോണിലേക്ക് പോയി ഒറ്റയ്ക്കിരിക്കും. പക്ഷേ അത് ദുഃഖത്തിനല്ല, അവർ ആരെയും തളർച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അനിഴക്കാർ ലോകത്തിനു മുൻപിൽ ചുറ്റും വെളിച്ചം പകരുന്ന സൂര്യൻ പോലെ ജീവിക്കും. എന്നാൽ ആ സൂര്യൻ്റെ ഉള്ളിൽ അങ്ങേയറ്റം സങ്കടങ്ങളായിരിക്കുന്ന ഒരാത്മാവുണ്ട്. അവർ കരയാൻ തുടങ്ങുന്ന നിമിഷം അത് ഒരു സാധാരണ കാര്യമല്ല, അത് അവരുടെ ഹൃദയം തന്നെ ഭാരം സഹിച്ച് ഒടുവിൽ തകർന്നു പോയതിൻ്റെ തെളിവാണ് ആ കരച്ചിൽ. ആ കരച്ചിലിന് പക്ഷേ ശബ്ദമുണ്ടാവില്ല. അതിന് വേദനയുടെ ഒരു വലിയ നദിയുടെ ശക്തിയുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നോ? അവർ ഒറ്റയ്ക്ക് സഹിക്കും, ഒറ്റയ്ക്ക് കരയും, ഒറ്റയ്ക്ക് പുനർജനിക്കാനും ശ്രമിക്കും. പക്ഷേ ആര് ചോദിച്ചാലും അവർ പറയും, ഞാൻ ശരിയാ, ഒന്നുമില്ല. അവരോടുള്ള സ്നേഹം, അവരെ അടുത്തറിയാനുള്ള ക്ഷമ, അവരുടെ മൗനം കേൾക്കുന്ന മനസ്സ്, ഇതാണ് അനിഴക്കാരുടെ യഥാർത്ഥ ആശ്രയം. 2. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അധിക ചിന്ത. ഒരു ചെറിയ കാര്യം പോലും മറ്റുള്ളവർ 2 മിനിറ്റ് ആലോചിക്കുമ്പോൾ ഇവർ അതിനെ മണിക്കൂറുകൾ കൊണ്ട് ഹൃദയത്തിൽ ഒതുക്കി വേദനയാക്കും. അവരുടെ മനസ്സ് എപ്പോഴും ബിസിയാണ്. പുറത്ത് ചിരിച്ചാലും അകത്ത് എന്തോ ഒരു കുറവ്, എന്തോ ആശങ്ക, എന്തോ ഒളിഞ്ഞ ഭാരം. ചോതി നക്ഷത്രക്കാരുടെ ചിരിയുടെ പിന്നിൽ എപ്പോഴും കുറെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. ഞാൻ ശരിയായോ? എനിക്കെന്ത് കുറവാണ്? അവർ എന്താണ് ചിന്തിക്കുന്നത്? ഇതുപോലുള്ള ചിന്തകൾ അവരുടെ മനസ്സിനെ നിശബ്ദമായി തളർത്തും. ഇവർക്കൊരു വലിയ ഗുണമുണ്ട്. ഏവർക്കും സ്നേഹവും സഹായവും നൽകും. പക്ഷേ സ്വന്തം പ്രശ്നങ്ങൾക്ക് അതൊന്നും ആരോടും പങ്കുവെക്കില്ല. കാരണം അവർ കരുതുന്നു, എൻ്റെ കാര്യം കേട്ട് മറ്റുള്ളവർക്ക് വിഷമം വരരുത്. 3. അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്ക് ബന്ധം എന്നത് സാധാരണ ഒന്നല്ല. ഒരാളോട് അടുപ്പമുണ്ടായി കഴിഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴത്തിൽ നിറയും. ഇവരെ ഒരാൾ വേദനിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചെറിയ കാര്യമായാലും അത്തം നക്ഷത്രക്കാർക്ക് അത് ഗഹനമായ മുറിവായി മാറും. അവർ കരയും, പക്ഷേ ആരുടെ മുമ്പിലും അല്ല. രാത്രിയിൽ മുറിയടച്ച് തലയിണകളിൽ മുഖം അമുക്കി അറിയാതെ കേൾക്കാതെ നിശബ്ദമായി കരയും. അത്തം നക്ഷത്രക്കാർക്ക് ഭാവനകളെ അടക്കി വയ്ക്കാനുള്ള കഴിവ് അതിശക്തം. പുറം ലോകം കാണുന്നത് ചിരിക്കുന്ന, സഹായിക്കുന്ന, കരുതുന്ന ഒരാളെ. പക്ഷേ ആരും കാണാത്തത് അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പൊട്ടിച്ചിതറിയ ഹൃദയം. 4. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർ ശക്തരാണ്, പക്ഷേ ദുഃഖത്തിനു മുമ്പിൽ അവർ സോഫ്റ്റ് ആകും. വളരെ അടുത്ത ആളുകൾ തന്നെയാണ് ഇവരെ വേദനിപ്പിക്കുന്നതും.
ഇവർക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിലും അവർ ഒടുവിൽ പറയില്ല. കാരണം ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ഭാരമാകും എന്നൊരു ചിന്ത കാരണമാണിത്. 5. ഭരണി നക്ഷത്രം. ഇവർ പുറത്തു കാണിക്കുന്നത് ഫയറാണ്, പക്ഷേ ഉള്ളിലൊരു കുഞ്ഞു മനസ്സാണ്. പെട്ടെന്ന് മുറിവ് കിട്ടുന്ന, പെട്ടെന്ന് തകർന്നു പോകുന്നതുമായ മനസ്സുള്ളവരാണിവർ. ഭരണിക്കാരുടെ വേദന ഒരിക്കലും പുറത്തു കാണിക്കില്ല. ഒരിക്കൽ കാണിച്ചാൽ അത് അവർ പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. 6. ആയില്യം നക്ഷത്രം. ഉടമ്പടികൾ, ബന്ധങ്ങൾ, വാക്കുകൾ എല്ലാം ഇവർ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നവരാണ്. ഒരാളോട് കോപം വന്നാലും പറയാതെ തന്നെ അവർ മനസ്സിൽ മാത്രം അടക്കി വെക്കുകയും ചെയ്യും. ഇവർക്ക് പറയാനുള്ളത് അധികമുണ്ടാകും, പക്ഷേ പറയാൻ ഒരാൾ ഇല്ല എന്ന അവസ്ഥയാണ് ഇവരെ എപ്പോഴും തകർക്കുന്നത്. 7. പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാരുടെ ദാഹം സ്നേഹദാഹമാണ്. എങ്കിലും ഇവർ സ്നേഹിച്ചാൽ ലോകം മുഴുവൻ തന്നെ പോയാലും മതിയാവില്ല. പക്ഷേ ഇവരുടെ ദുഃഖം പറയാത്തതിനുള്ള പ്രധാന കാരണം അവർക്കിഷ്ടപ്പെട്ടവർ മാറിപ്പോകുമോ എന്ന ഭയമാണ്. കണ്ണുനീർ തുള്ളി വീഴുന്ന രാത്രികൾ ഈ നക്ഷത്രക്കാർക്ക് പരിചിതമാണ്. അവർ കരയും, പക്ഷേ ശബ്ദമില്ല, കാരണം ലോകം കേൾക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. 8. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർ ഒരിക്കൽ സ്നേഹിച്ചാൽ പൂർണ്ണ മനസ്സോടെയാണ്. പക്ഷേ വേദനിക്കുമ്പോൾ വേദന കത്തുന്നത് അവരുടെ തന്നെ ഉള്ളിലാണ്. ഒരാൾ അത് അറിയില്ല, ഒരാൾ ചോദിച്ചാലും അവർ പറയില്ല. ഈ നക്ഷത്രക്കാർ പഴയ ഓർമ്മകൾ വല്ലാതെ പിടിച്ചു പറിക്കും. ഇന്നത്തെ പ്രശ്നത്തെക്കാൾ ഇന്നലത്തെ വന്ന മുറിവാണ് അവർ കൂടുതൽ വേദനിപ്പിക്കുന്നത്. അവർ ചിന്തിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? ഒരുപാട് കാര്യങ്ങൾ അവർ തലയിൽ വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിക്കും. 9. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാരുടെ മുഖത്ത് കാണുന്നത് ചിരിയാണ്, പക്ഷേ ഹൃദയം ഒരു യുദ്ധഭൂമിയാണ്. ഒരിക്കലും അവർ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയില്ല, കാരണം അവർ ഒഴുകാൻ നിൽക്കേണ്ട അവരുടെ ശക്തിയാണ്, തങ്ങളുടെ ദുർബലതകളല്ല. അവിട്ടം നക്ഷത്രക്കാർ രാത്രികാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറിക്കുന്നത്. വീട്ടുകാർ ഉറങ്ങുമ്പോൾ, ലോകം ശാന്തമായപ്പോൾ, ചന്തം മൂടിയ മുറിയിൽ കിടന്ന് മുന്നിലെ ജീവിതം ചിന്തിച്ചുകൊണ്ട് അവരുടെ കണ്ണുകൾ നിറയും. പക്ഷേ രാവിലെ അവൻ വീണ്ടും പഴയതുപോലെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ സുഖം തന്നെ എന്ന് ചിരിച്ചുകൊണ്ട് പോകും. 10. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർ വളരെ സെൻസിറ്റീവ് ആണ്, പക്ഷേ ആ സങ്കടവും വേദനയും ലോകത്തിനു മുന്നിൽ ഒരിക്കലും പുറത്തുവിടില്ല. ഇവരുടെ മനസ്സ് പേപ്പർ പോലെ സോഫ്റ്റാണ്, പക്ഷേ പുറം ലോകം കാണുന്നത് ശാന്തമായ, സ്ട്രോങ് ആയ ഒരു മനുഷ്യനെയാണ്. രോഹിണി നക്ഷത്രക്കാർ കരയുന്നുണ്ടോ? ഉണ്ട്, പക്ഷേ ആ കണ്ണുനീർ ലോകം കാണാതെ ഒരു മൗന കഥയാണ്. അവർ വേദനിച്ചാലും സാധാരണ പറയുന്ന വാക്ക്, ശരി, എനിക്കെല്ലാം ഓക്കെയാണ്. രോഹിണിക്കാർ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവർ അറിയും, എനിക്ക് തോന്നുന്ന ഫീലിങ്സ് മറ്റുള്ളവർക്ക് അളക്കാൻ പറ്റില്ല എന്നത്. അവർ സ്ട്രോങ് ആയിട്ടുള്ള കാണപ്പെടുന്നത് അവർക്ക് വേദനയില്ലാത്തതിനല്ല, വേദനയെ മനസ്സിലെ ആഴത്തിലേക്ക് അടക്കി വയ്ക്കാനുള്ള അസാധാരണമായ കഴിവ് ഉള്ളതിനാലാണ്. ഇവിടെ പറഞ്ഞ നക്ഷത്രങ്ങളെല്ലാം ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. ചിരിക്കുമ്പോഴും ഹൃദയം കരയുന്നവരുണ്ട്. ഒരു പുഞ്ചിരിക്കു പിന്നിൽ എത്രയോ കഥകൾ, എത്രയോ മുറിവുകൾ, ലോകം കാണാതെ പോകുന്ന സത്യങ്ങൾ. പക്ഷേ ഒരു കാര്യം മാത്രം ഓർത്തോളൂ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ വേദന ഒറ്റയ്ക്ക് വഹിക്കാൻ ജനിച്ചവരല്ല. മിണ്ടാതിരിക്കുന്നത് ഒരു ശക്തിയാണെങ്കിലും ഹൃദയം മിണ്ടാതിരിക്കാൻ പാടില്ല. നിങ്ങളുടെ ഉള്ളിലെ വികാരം മിണ്ടാതെ കത്തിക്കരിക്കുകയും വേണ്ട. ചിലപ്പോൾ ഒരു ഹൃദയത്തിന് ഒരൊറ്റ വാക്ക്, ഒരൊറ്റ ഞാൻ ഇവിടെയുണ്ട് എന്ന ഒരു വാക്ക് മാത്രം മതി ജീവിതം മാറ്റാൻ. അതിനാൽ നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളെ ഏറ്റവും തൊട്ട നക്ഷത്രം കമൻറ്റിൽ എഴുതി അറിയിക്കൂ. കാരണം നിങ്ങളുടെ ഒരു ചെറിയ വാക്കുപോലും ഒരാളുടെ ഹൃദയം പിടിച്ചു നിർത്തുന്നു, ഒരാശ്വാസമായി മാറാം. നമ്മൾ ഒറ്റപ്പെട്ടവരല്ല, ഒരേ വികാരങ്ങൾ അനുഭവിക്കുന്ന അനവധി ഹൃദയങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.